Hi students, welcome to Commerce Tutorial. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൈസിംഗ് എന്ന ചാപ്റ്ററിലെ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഡിസ്കൗണ്ട് എന്ന ടോപ്പിക്സുമായി റിലേറ്റഡ് ആയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ? പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഈസ് ദി act of selling the same products at different prices to different buyers during the same period of times. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ പീരീഡ്സിൽ അഥവാ ഒരേ കാലയളവിൽ വിവിധ പ്രോഡക്ട്സുകൾ വാങ്ങുന്നവർക്ക് വ്യത്യസ്തമായിട്ടുള്ള പ്രൈസിന് സെല്ല് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഏറ്റവും ചുരുക്ക രൂപത്തിൽ പറയുകയാണെങ്കിൽ ചേഞ്ചിങ് ഡിഫറെൻറ്റ് പ്രൈസസ് ഫോർ ദി സെയിം പ്രോഡക്റ്റ് ഈസ് കാൾഡ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. ഒരേ പ്രോഡക്റ്റിന് വ്യത്യസ്തമായിട്ടുള്ള പ്രൈസ് ഈടാക്കുന്നതിനെയാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരേ കാലയളവിൽ വിവിധ തരം പ്രോഡക്ട്സുകൾ ഉണ്ടായിരിക്കും. അത്തരം പ്രോഡക്ട്സുകൾ ബയേഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ഓരോ വ്യക്തികൾക്കും ഡിഫറെൻറ്റ് പ്രൈസിനാണ് ആ പ്രോഡക്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അത്തരം പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ബേസിസ് ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. 6 ടൈപ്സ് ഉണ്ട് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ്റെ അണ്ടറിൽ. 1 പേഴ്സണൽ ഡിസ്ക്രിമിനേഷൻ, 2 ലോക്കൽ ഡിസ്ക്രിമിനേഷൻ, 3 ട്രേഡ് ഡിസ്ക്രിമിനേഷൻ, 4 ടൈം ഡിസ്ക്രിമിനേഷൻ, 5 ഏജ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഫൈനലി സൈസ് ഡിസ്ക്രിമിനേഷൻ. ഫസ്റ്റ് വൺ, പേഴ്സണൽ ഡിസ്ക്രിമിനേഷൻ. When a monopolist charges different prices from different customers for the same products or services, it is called personal discrimination. എന്താണ് പേഴ്സണൽ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു മൊണോപോളിസ്റ്റിക്സിൽ ഒരേ പ്രോഡക്ട്സിനോ സർവീസസിനോ ഡിഫറെൻ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സുകളിൽ നിന്ന് ഡിഫറെൻറ്റ് പ്രൈസ് ഈടാക്കുമ്പോൾ അത്തരം കേസുകളെയാണ് നമ്മൾ പേഴ്സണൽ ഡിസ്ക്രിമിനേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് ലോക്കൽ ഡിസ്ക്രിമിനേഷൻ. The monopolist may charge a low price in one market or place and a high price in another market for the same commodity. Dumping is the best example of local discrimination. ലോക്കൽ ഡിസ്ക്രിമിനേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മൊണോപോളിസ്റ്റിക്സിൻ്റെ കേസിൽ ഒരു മാർക്കറ്റിൽ ഏറ്റവും കുറഞ്ഞ പ്രൈസും മറ്റൊരു മാർക്കറ്റിൽ ഉയർന്ന പ്രൈസുമാണെങ്കിൽ അത്തരം കേസുകളിൽ ഒരേ പ്രോഡക്ട്സിന് ഈ പറയുന്ന ഒരേ പ്രോഡക്ട്സിൽ തന്നെ ലൊക്കേഷൻ ബേസ് നോക്കുകയാണെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൈസാണ് ഈടാക്കുന്നതെങ്കിൽ അത്തരം കേസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോക്കൽ ഡിസ്ക്രിമിനേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലോക്കൽ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ മാർക്കറ്റിൽ ഏറ്റവും കുറഞ്ഞ പ്രൈസും മറ്റൊരു മാർക്കറ്റിൽ എന്താണ് ഏറ്റവും ഹയസ്റ്റ് പ്രൈസും ഒരേ പ്രോഡക്ട്സിന് ഈടാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോക്കൽ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഡംപിങ്. ഡംപിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറിൻ മാർക്കറ്റ്സുകളുടെ സൈഡും അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഫോറിൻ മാർക്കറ്റ്സിന് എന്താണ് ആ ഒരേ പ്രോഡക്ട്സിന് എന്താണ് ചിലപ്പോൾ എന്താണ് ഡിഫറെൻറ്റ് പ്രൈസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. നേരെ മറിച്ച് ഡൊമസ്റ്റിക് മാർക്കറ്റ്സുകളുടെ കേസിൽ എന്താണ് ആ പ്രോഡക്ട്സിന് എന്താണ് കുറഞ്ഞ പ്രൈസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ട്രേഡ് ഡിസ്ക്രിമിനേഷൻ. Here the monopolist charges different prices for different users. ട്രേഡ് ഡിസ്ക്രിമിനേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മൊണോപോളിസ്റ്റിക്സിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഉപയോഗങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള പ്രൈസാണ് ഈടാക്കുന്നത്. ഇപ്പോൾ ഒരു പ്രോഡക്റ്റിൽ തന്നെ നമുക്ക് എന്താണ് പല ഉപയോഗങ്ങളും വരുന്നുണ്ട്. ആ ഉപയോഗങ്ങൾക്ക് തന്നെ എന്താണ് പലതരത്തിലുള്ള പ്രൈസും നമ്മൾ ഈടാക്കുന്നതിനെയാണ് ട്രേഡ് ഡിസ്ക്രിമിനേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ടൈം ഡിസ്ക്രിമിനേഷൻ. ഹിയർ ദി പ്രൈസ് ഓഫ് ദി സെയിം കമ്മോഡിറ്റി ഡിഫേഴ്സ് അറ്റ് ഡിഫറെൻറ്റ് ടൈംസ്. ഇവിടെ ട്രേഡ് ഡിസ്ക്രിമിനേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരേ ഗുഡ്സ് അല്ലെങ്കിൽ ഒരേ പ്രോഡക്ട്സിൻ്റെ പ്രൈസിൽ വ്യത്യസ്ത ടൈംസുകളിൽ അല്ലെങ്കിൽ വ്യത്യസ്ത സമയങ്ങളിൽ ഈ പറയുന്ന പ്രൈസ് എന്താണ് ഡിഫറെൻ്റ് ആയിക്കൊണ്ടിരിക്കുക. അഥവാ ഇപ്പോൾ ടൈം പീരീഡ്സ് അനുസരിച്ച് എന്താണ് പ്രോഡക്ട്സിൻ്റെ പ്രൈസിൽ എന്താണ് മാറ്റം വരിക അല്ലെങ്കിൽ വ്യത്യാസപ്പെട്ടിരിക്കുക. അപ്പോൾ അതിനെയാണ് നമ്മൾ ടൈം ഡിസ്ക്രിമിനേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ഏജ് ഡിസ്ക്രിമിനേഷൻ. If discrimination is on the basis of age,
It is called age discrimination. For example, railway and transport companies charges half the right for children below 12 years of age. ഇവിടെ ഏജ് ഡിസ്ക്രിമിനേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏജ് ബേസ്ഡ് ആയിട്ട് നമുക്ക് എന്താണ് ഈ പറയുന്ന പ്രൈസിൽ ചേഞ്ചസ് വരുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എന്താണ് ബസ്സിനാണെങ്കിലും അതുപോലെ ട്രെയിനിനാണെങ്കിലും എവിടെ പോവുകയാണെങ്കിലും അവർക്ക് എന്താണ് ഫുൾ എമൗണ്ടിൻ്റെ ഹാഫ് പ്രൈസ് മാത്രം അവർക്ക് കൊടുത്താൽ മതി, അഥവാ ആ ടിക്കറ്റ് മാത്രം കൊടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 12 ഏജസിൻ്റെ മുകളിലുള്ള ആളുകൾ 12 വയസ്സിന് മുകളിലുള്ള വ്യക്തികൾക്ക് എന്താണ് ഇപ്പോൾ ട്രെയിനിൽ പോവുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു ബസ്സിൽ പോവുകയാണെങ്കിലും ആ ടിക്കറ്റ് എത്രയാണെന്ന് വെച്ചാൽ ആ ഫുൾ എമൗണ്ട് അവിടെ കൊടുക്കേണ്ടി വരും. പക്ഷെ നേരെ തിരിച്ചാണെങ്കിൽ ഈ പറയുന്ന 12 വയസ്സിൻ്റെ ബിലോ ഉള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് എന്താണ് അതിൽ കൺസെഷൻസ് ഉണ്ടായിരിക്കും. അഥവാ ആ പ്രൈസിങ്ങിന് ഇപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാനിവിടുന്ന് കേരളത്തിന് ഡൽഹിക്ക് എന്താണ് ട്രെയിനാണ് പോയത്. അപ്പോൾ ട്രെയിനിൽ ഞാൻ കേരളത്തിൽ നിന്ന് ഡൽഹിക്ക് പോകുമ്പോൾ എനിക്ക് ടോട്ടൽ എത്ര എമൗണ്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 890 രൂപയാണ് വരുന്നത്. 890 അതാണ് ആ റുപ്പീസാണ് എൻ്റെ ടിക്കറ്റ് ചാർജ് അഥവാ സ്ലീപ്പറിന്. അതേ ടൈംസിൽ നേരെ മറിച്ച് എൻ്റെ ഒപ്പം ഒരു കുട്ടിയുണ്ട്, ഒരു 12 വയസ്സിന് താഴെയുള്ളൊരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ നേർപകുതിയായിരിക്കും അവിടെ സ്വീകരിക്കുക. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത് ഏജ് ഡിസ്ക്രിമിനേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, സൈസ് ഡിസ്ക്രിമിനേഷൻ. ഓൺ ദി ബേസിസ് ഓഫ് ദ വോളിയം ഓഫ് ട്രാൻസാക്ഷൻ ഡിഫറെൻറ്റ് റൈറ്റ്സ് may be charged. For example, price in the retail market is higher than price in the wholesale market. സൈസ് ഡിസ്ക്രിമിനേഷൻ എന്നോട് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന വോളിയൂം ഓഫ് ട്രാൻസാക്ഷൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഡിസ്ക്രിമിനേഷൻസ് ഇവിടെ നടക്കുന്നത്. മാത്രമല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള റൈറ്റ്സുകളാണ് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൈസുകൾ ഇവർക്ക് എന്താണ് ഈടാക്കാം എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ പറയുന്ന റീറ്റെയിലേഴ്സിൻ്റെ പ്രൈസ് അതെന്താണ് ഹോൾസെയിലേഴ്സിൻ്റെ വിലയേക്കാൾ കൂടുതലായിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് കണ്ടീഷൻസ് ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. പ്രൈസ് ഡിസ്ക്രിമിനേഷൻസിന് ഒരു 4 കണ്ടീഷൻസ് ഇവിടെ പറയുന്നുണ്ട്. ഫസ്റ്റ് പോയിന്റ്, there must exist 2 or more markets which are separated from each other. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയൊരു കണ്ടീഷനാണ്. ഇപ്പോൾ നമ്മൾ പരസ്പരം വേർതിരിച്ച് അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആക്കിയ 2 അതിലധികമോ മാർക്കറ്റ്സുകൾ എന്താണ് ഈ പ്രൈസ് ഡിസ്ക്രിമിനേഷൻസിൻ്റെ അണ്ടറിൽ ഉണ്ടായിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് കണ്ടീഷനാണ് ദി ഇലാസ്റ്റിസിറ്റീസ് ഓഫ് ഡിമാൻഡ് ഇൻ ഈച്ച് മാർക്കറ്റ് മസ്റ്റ് ബി ഡിഫറെൻറ്റ്. ഒരേ മാർക്കറ്റിലെയും അല്ലെങ്കിൽ ഓരോ മാർക്കറ്റിലെയും ഡിമാൻഡിലെ ഇലാസ്റ്റിസിറ്റി അതെന്താണ് വ്യത്യസ്തമായിരിക്കണം. ഓരോ മാർക്കറ്റിൻ്റെയും ഇലാസ്റ്റിസിറ്റി അഥവാ ഡിമാൻഡിൽ വരുന്ന ഇലാസ്റ്റിസിറ്റി എന്താണ് വ്യത്യസ്തമായിരിക്കണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് there must be effective separation of the sub market so that the customers of the low priced market do not resell the products in the high priced market. എപ്പോഴും ഈ സബ് മാർക്കറ്റ്സുകളുടെ കേസിൽ എന്താണ് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു വേർതിരിവ് ഉണ്ടായിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അഥവാ പ്രൈസ് ഡിസ്ക്രിമിനേഷൻസ് ഈ പറയുന്ന സബ് മാർക്കറ്റുകളിൽ എന്തായാലും ഉണ്ടായിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല അത്തരം കേസുകളിൽ ഈ ഏറ്റവും ലോ പ്രൈസിലുള്ള മാർക്കറ്റ്സിലെ കസ്റ്റമേഴ്സുകൾക്ക് ഹൈ പ്രൈസിലുള്ള മാർക്കറ്റിലെ പ്രോഡക്റ്റ് എന്താണ് വീണ്ടും റീസെല് ചെയ്യാൻ സാധിക്കില്ല. നെക്സ്റ്റ് പറയുന്നത് ദി മാർജിനൽ റവന്യൂ ഇൻ ഈച്ച് മാർക്കറ്റ് ഷുഡ് ബി greater than the marginal cost of the monopoly goods എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ഹൈ സ്പേസ് പോയതാണ്, ടൈപ്പ് ചെയ്തതിൽ ഒന്ന് മിസ്റ്റേക്കാണ്. അപ്പോൾ ഒന്നും കൂടി വായിക്കാം. ദി മാർജിനൽ റവന്യൂ ഇൻ ഈച്ച് മാർക്കറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദി മാർജിനൽ കോസ്റ്റ് ഓഫ് ദി മോണോപോളി ഗുഡ്സ്. ഈ ഓരോ മാർക്കറ്റ്സുകളിലെയും ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള വരുമാനം ഉണ്ടായിരിക്കും അല്ലേ, അതെന്താണ് മൊണോപോളി ഗുഡ്സുകളുടെ മാർജിനൽ കോസ്റ്റിനേക്കാളും കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. മൊണോപോളി ഗുഡ്സുകളുടെ മാർജിനൽ കോസ്റ്റിനേക്കാൾ കൂടുതലായിരിക്കും എന്ത് ഓരോ മാർക്കറ്റിലെയും ചെറിയ തോതിലുള്ള വരുമാനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അഥവാ മാർജിനൽ റവന്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരം കണ്ടീഷൻസ് ആണ് നമ്മുടെ പ്രൈസ് ഡിസ്ക്രിമിനേഷൻസിൽ പറയുന്നത്.
ഇനി നെക്സ്റ്റ് പറയാനുള്ളത് മെത്തേഡ്സ് ഓർ സ്ട്രാറ്റജീസ് ഓഫ് പ്രൈസിങ് ഓഫ് ന്യൂ പ്രോഡക്ട്സ്. ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു മറ്റൊരു ടോപ്പിക്സ് ആണ്. അഥവാ ഈ ഒരു മെത്തേഡിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കാം ഷോർട്ട് എസ്സേ ആയിട്ട്, അല്ലെങ്കിൽ രണ്ടും ചോദിക്കാം ഷോർട്ട് എസ്സേ ആയിട്ട്. അത് ഇങ്ങനെയായിരിക്കും ചോദിക്കുക, വാട്ട് ആർ ദ ന്യൂ പ്രോഡക്ട്സിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൈസിങ് സ്ട്രാറ്റജീസ് ഏതെല്ലാമാണ് എന്ന് ചോദിച്ചാൽ ഈ രണ്ട് പ്രൈസിങ് സ്ട്രാറ്റജീസ് ആണ് നിങ്ങൾ എഴുതി വെക്കുന്നത്. അല്ലെങ്കിൽ വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് പ്രൈസിങ് ഓഫ് ന്യൂ പ്രോഡക്ട്സ്. ഇപ്പോൾ ന്യൂ പ്രോഡക്ട്സിൻ്റെ അണ്ടറിൽ വരുന്ന മെയിനായിട്ട് വരുന്ന രണ്ട് സ്ട്രാറ്റജി അല്ലെങ്കിൽ രണ്ട് മെത്തേഡാണ് സ്കിമ്മിങ് പ്രൈസ് പോളിസിയും പെനിട്രേഷൻ പ്രൈസ് പോളിസിയും. നിങ്ങൾ +2 ലെവലിൽ ഈ കൊമേഴ്സ് എടുത്ത ആളുകൾ പഠിച്ചിട്ടുണ്ടാവും എന്താണ് സ്കിമ്മിങ് പ്രൈസ് പോളിസീസും അതുപോലെ തന്നെ പെനിട്രേഷൻ പ്രൈസ് പോളിസീസും. ഇത് നന്നായിട്ട് സ്റ്റഡി ചെയ്ത് വരിക, കാരണം ഇതിലേതെങ്കിലും ഒന്നും അതിൻ്റെ റീസൺസും ആയിരിക്കും നിങ്ങളോട് മെയിനായിട്ട് ചോദിക്കുക. അപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ എന്താണ് സ്കിമ്മിങ് പ്രൈസ് പോളിസി? Skimming price policy refers to the high initial price charged when a new product is introduced in the market. അപ്പോൾ സ്കിമ്മിങ് പ്രൈസ് പോളിസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു മാർക്കറ്റിൽ ഏതെങ്കിലും ഒരു മാർക്കറ്റിൽ ഒരു പുതിയ പ്രോഡക്ട്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഡക്ട്സിന് ഇനീഷ്യലി തന്നെ അഥവാ ആ പ്രോഡക്ട്സിന് തുടക്കത്തിൽ തന്നെ എന്താണ് ഹൈ പ്രൈസ് ഈടാക്കുന്ന ഒരു പ്രോസസ്സാണ് സ്കിമ്മിങ് പ്രൈസിങ് പോളിസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്കിമ്മിങ് പ്രൈസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു പുതിയ പ്രോഡക്ട്സ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ എന്താണ് ഹയസ്റ്റ് പ്രൈസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രോസസ്സാണ് സ്കിമ്മിങ് പ്രൈസ് പോളിസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്കിമ്മിങ് പ്രൈസിങ് ഈസ് റെക്കമെൻഡഡ് ബിക്കോസ് ഓഫ് ദി ഫോളോയിങ് റീസൺസ്. സ്കിമ്മിങ് പ്രൈസിന് ചില റീസൺസുകൾ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അത്തരം റീസൺസുകൾ ഏതെല്ലാം എന്നാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ഫസ്റ്റ് പോയിന്റ് ആണ് ഇൻഇലാസ്റ്റിക് നാച്ചർ ഓഫ് ഡിമാൻഡ് ഇൻ ദി ഏർലി സ്റ്റേജസ് ഓഫ് ദി ഇൻട്രൊഡക്ഷൻ. ഈ ഇൻട്രൊഡക്ഷൻ സ്റ്റേജസുകളിൽ അഥവാ ഏർലി സ്റ്റേജസുകളിൽ ഏതൊരു പ്രോഡക്ട്സിൻ്റെയും അതിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇൻഇലാസ്റ്റിക് ആയിരിക്കും എന്നാണ് ഫസ്റ്റ് റീസൺ ആയിട്ട് പറയുന്നത്. രണ്ടാമത്തെ കേസിൽ ഇനീഷ്യൽ ഹൈ പ്രൈസ് ഹെൽപ്പ് ടു സ്കിം ദി ക്രീം ഓഫ് ദി മാർക്കറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ഇനീഷ്യൽ സ്റ്റേജസിൽ തന്നെ അഥവാ ഇനീഷ്യൽ പ്രൈസിൽ തന്നെ അല്ലെങ്കിൽ ഇനീഷ്യൽ ഹയർ പ്രൈസിൽ തന്നെ മാർക്കറ്റിങ്ങിൻ്റെ ആ ഒരു ക്രീം അല്ലെങ്കിൽ ആ ഒരു ക്രിയേറ്റിവിറ്റി അത് ഒഴിവാക്കാൻ സഹായിക്കുന്നുണ്ട്. മാർക്കറ്റിൽ തന്നെ ആ ഒരു ക്രീം അല്ലെങ്കിൽ ആ ഒരു നാച്ചർ എന്താണ് അവർക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ്, റിച്ച് പീപ്പിൾ ലൈക്ക് ടു ഓൺ എ ന്യൂ പ്രൊഡക്റ്റ് ഈവൻ അറ്റ് എ ഹയർ പ്രൈസ്. ഈ റിച്ച് പീപ്പിൾസിൻ്റെ ഒക്കെ കേസുകളിൽ അവർക്ക് എന്താണ് ഹയർ പ്രൈസിനും അവർക്ക് എന്താണ് പുതുതായുള്ള പ്രോഡക്ട്സുകളൊക്കെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട്. അത്തരം കേസുകളും ഈ സ്കിമ്മിങ് പ്രൈസിങ്ങിൻ്റെ റീസൺ ആയിട്ട് വരാം. നെക്സ്റ്റ് പറയുന്നത് ഹെൽപ്സ് ടു റിക്കവർ ഹൈ ഇനീഷ്യൽ എക്സ്പെൻഡിച്ചർ ഓൺ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻസ്. ഇവിടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്സ്, സെയിൽസ് പ്രൊമോഷൻസ് എന്നിവയിൽ നിന്ന് ഏറ്റവും ഉയർന്ന തരത്തിലുള്ള ആ ഒരു ഇനീഷ്യൽ എക്സ്പെൻഡിച്ചേഴ്സ് അല്ലെങ്കിൽ ഹൈ ഇനീഷ്യൽ എക്സ്പെൻഡിച്ചേഴ്സുകൾ വീണ്ടെടുക്കാൻ സഹായിക്കുന്നുണ്ട് സ്കിമ്മിങ് പ്രൈസിങ്. നെക്സ്റ്റ് പറയുന്നത് ദി ഹൈ പ്രൈസ് പ്രൊവൈഡഡ് ദി ഇമേജസ് ഓഫ് എ സുപ്പീരിയർ പ്രോഡക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ പ്രൈസിന് ഒരു മികച്ച രീതിയിലുള്ള പ്രോഡക്ട്സിന്റെ ആ ഒരു പിക്ചർ അല്ലെങ്കിൽ ആ ഒരു ഇമേജസ് എന്താണ് സ്കിമ്മിങ് പ്രൈസിങ്ങിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് പെനിട്രേഷൻ പ്രൈസ് പോളിസി. സ്കിമ്മിങ് പ്രൈസിംഗ് പോളിസി കഴിഞ്ഞ് നെക്സ്റ്റത്തെ മെത്തേഡാണ് പെനിട്രേഷൻ പ്രൈസ് പോളിസി. പെനിട്രേഷൻ പ്രൈസിംഗ് ഈസ് എ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി യൂസ്ഡ് ബൈ ബിസിനസ് to attract the customers to a new product or services by offering a lower price during its initial offering. The low price help a new products or services penetrate the market and attract the customers away from competitors. എന്താണ് പെനിട്രേഷൻ പ്രൈസ് പോളിസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പെനിട്രേഷൻ പ്രൈസിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഇനീഷ്യൽ ഓഫറിങ്ങിൻ്റെ ടൈംസുകളിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ലോവർ പ്രൈസിൽ പ്രോഡക്ട്സുകൾ കസ്റ്റമേഴ്സുകൾക്ക് പ്രൊവൈഡ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പുതിയ പ്രോഡക്ട്സുകളിലേക്കോ അല്ലെങ്കിൽ സർവീസുകളിലേക്കോ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിസിനസ്സുകൾ യൂസ് ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് ഈ പറയുന്ന പെനിട്രേഷൻ പ്രൈസ് പോളിസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് ഓഫറിംഗ് സ്റ്റേജസ് വരും അല്ലേ? ഇപ്പോൾ മാർക്കറ്റ്സുകളുടെ കേസിൽ തന്നെ പ്രോഡക്ട്സുകൾക്ക് ഒരുപാട് ഓഫറിംഗ് ടൈംസുകൾ ഉണ്ടായിരിക്കും ഇനീഷ്യൽ സ്റ്റേജസുകളിലൊക്കെ. അപ്പോൾ ഇനീഷ്യൽ ഓഫറിംഗ് ടൈംസുകളിൽ ഏറ്റവും കുറഞ്ഞ രീതിയിലുള്ള പ്രൈസിൽ നമുക്ക് പ്രോഡക്ട്സുകൾ പർച്ചേസ് ചെയ്യാമെന്ന ഒരു
ഒരു തോന്നലുണ്ടായിരിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി അവർ പ്രൊവൈഡ് ചെയ്യും ഈ ബിസിനസ്സുകളൊക്കെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് ഒക്കെ. അപ്പോൾ അത്തരത്തിലുള്ള സ്ട്രാറ്റജീസ് അവിടെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിലേക്ക് അത് കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യും. അതിലൂടെ എന്താണ് കസ്റ്റമേഴ്സ് അത്തരം പ്രോഡക്ട്സുകൾ പർച്ചേസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള സ്ട്രാറ്റജീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പെനിട്രേഷൻ പ്രൈസ് പോളിസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പെനിട്രേഷൻ പ്രൈസിംഗ് പോളിസി ഈസ് റെക്കമെൻഡഡ് ബിക്കോസ് ഓഫ് ദി ഫോളോയിങ് റീസൺസ്. അതുപോലെ തന്നെ പെനിട്രേഷൻ പ്രൈസിങ്ങും റെക്കമെൻഡ് ചെയ്ത നിരവധി റീസൺസുകളുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. അതിൽ ഒന്നാമത്താണ് ഇലാസ്റ്റിക് നാച്ചർ ഓഫ് ഡിമാൻഡ് ഇൻ ദി ഏർലി സ്റ്റേജസ് ഓഫ് ദി പ്രൊഡക്ഷൻ. ഈ പ്രോഡക്റ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ സ്റ്റേജസിൽ അല്ലെങ്കിൽ ഏർലി സ്റ്റേജസിൽ തന്നെ അവർക്കുള്ള ഡിമാൻഡിൻ്റെ ആ ഒരു നാച്ചർ അല്ലെങ്കിൽ ആ ഡിമാൻഡിൻ്റെ ആ ഒരു സ്വഭാവം എന്താണ് ഇലാസ്റ്റിക് ആയിരിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് പ്രൊവൈഡ്സ് ദ ഹയർ വോളിയൂം ഓഫ് സെയിൽസ് ഈവൻ ഡ്യൂറിങ് ദി ഇനീഷ്യൽ സ്റ്റേജസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യൽ സ്റ്റേജസുകളിൽ പോലും ഉയർന്ന മെഷർമെൻറ്റ് അല്ലെങ്കിൽ ഉയർന്ന അളവിൽ എന്താണ് സെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ലോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഡ്യൂ ടു ലാർജ് സ്കെയിൽ ഓപ്പറേഷൻസ്. ലാർജ് സ്കെയിൽസ് ഓപ്പറേഷൻസുകൾക്ക് അല്ലെങ്കിൽ ലാർജ് സ്കെയിൽസ് പ്രവർത്തനങ്ങൾക്ക് കാരണം ഏറ്റവും കുറഞ്ഞ രീതിയിലുള്ള ഓപ്പറേഷൻസ് കോസ്റ്റ് ആയതുകൊണ്ടാണ് ലാർജ് സ്കെയിൽ ഓപ്പറേഷൻസ് അവിടെ സാധ്യമാകുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഹെൽപ്സ് ടു പെനിട്രേറ്റ് ഇൻ ടു എ കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഒരു കോമ്പറ്റീറ്റീവ് മാർക്കറ്റിലേക്ക് പെനിട്രേറ്റ് ചെയ്ത പ്രൈസുകളാണ് ഏറ്റവും കൂടുതലായിട്ട് സഹായിക്കുന്നത്. നെക്സ്റ്റ് ഹെൽപ്സ് ടു ഡിസ്കറേജ് ദി എൻട്രി ഓഫ് ന്യൂ കോമ്പറ്റീറ്റേഴ്സ്. പുതിയ കോമ്പറ്റീറ്റേഴ്സുകൾക്ക് അവർക്കുള്ള എൻട്രിക്ക് അല്ലെങ്കിൽ അവർക്കുള്ള ആ ഒരു പ്രവേശനത്തിന് ആ പ്രവേശനം ഡിസ്കറേജ് ചെയ്യുന്ന തരത്തിലാണ് പെനിട്രേഷൻ പ്രൈസിംഗ് പോളിസി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരം റീസൺസുകളാണ് നമ്മുടെ പെനിട്രേഷൻ പ്രൈസിംഗ് പോളിസീസിലൂടെ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് പറയുന്നത് മീനിങ് ഓഫ് ഡിസ്കൗണ്ട്. എന്താണ് ഡിസ്കൗണ്ട്? വാട്ട് യു മീൻ ബൈ ഡിസ്കൗണ്ട്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ പ്രോഡക്ട്സുകൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് പ്രോഡക്ട്സുകൾ വരുമ്പോൾ നമ്മളത് പെർസെൻറ്റേജസിലൂടെ നമ്മൾ സെല്ലേഴ്സ് എന്ത് ചെയ്യും, അവർക്ക് ഇത്ര പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഓഫേഴ്സ് കൊടുക്കുക, അല്ലെങ്കിൽ ബിൽസ്, ഇൻവോയ്സ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡിസ്കൗണ്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഡിസ്കൗണ്ട് ഒരു സ്മോൾ മീനിങ് പറയുന്നുണ്ട്. ദി സെല്ലർ ജനറലി അലൗസ് സം കൺസെഷൻ ഇൻ ദി പ്രൈസ് to buyers. This is known as discount. It is a deduction from the list price or from the amount of a bill or invoice. ഇവിടെ ഡിസ്കൗണ്ട് എന്നോട് ഉദ്ദേശിക്കുന്നത് ജനറലി ആയിട്ട് സെല്ലേഴ്സ് എന്താണ് ബയേഴ്സിന് പ്രോഡക്ട്സുകൾക്ക് ഒരു പ്രൈസിൽ കൺസെഷൻ കൊടുക്കുന്നതിനെയാണ് ഈ പറയുന്ന ഡിസ്കൗണ്ട് എന്നോട് ഉദ്ദേശിക്കുന്നത്. അത്തരം കേസുകൾ നമ്മൾ അതെന്താണ് പെർസെൻറ്റേജ് ബേസ് ആക്കിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിൽസ്, ഇൻവോയ്സ് എന്നീ മാറ്റേഴ്സുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ഡിസ്കൗണ്ട്സ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസ്കൗണ്ട്സ് പറയുന്നുണ്ട്. ദർ ആർ ദ 6 കാറ്റഗറി ഓഫ് ദ ഡിസ്കൗണ്ട്. ഫസ്റ്റ് വൺ ട്രേഡ് ഡിസ്കൗണ്ട്, ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട്, സീസണൽ ഡിസ്കൗണ്ട്, ക്യാഷ് ഡിസ്കൗണ്ട്, കോൺഫിഡൻഷ്യൽ ഡിസ്കൗണ്ട് ആൻഡ് ചെയിൻ ഡിസ്കൗണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ട്രേഡ് ഡിസ്കൗണ്ട്? Trade discount is a discount given by manufacturers to the trade channels members, that is the wholesalers and retailers for their services. Trade discount എന്നോട് ഉദ്ദേശിക്കുന്നത് ഈ മാനുഫാക്ചേഴ്സുകൾ അതുപോലെ തന്നെ ട്രേഡ് ചാനൽ മെമ്പേഴ്സ്, അതായത് ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ്, ഇവർക്കൊക്കെ സർവീസസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിനായിട്ട് കൊടുക്കുന്ന ഒരു ഡിസ്കൗണ്ട് ആണ് ട്രേഡ് ഡിസ്കൗണ്ട് എന്നോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ട്രേഡ് ഡിസ്കൗണ്ട് എന്നോട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ പറയുന്ന മാനുഫാക്ചേഴ്സ് അതുപോലെ തന്നെ ട്രേഡ് ചാനൽ മെമ്പേഴ്സ് എന്നോട് ഉദ്ദേശിക്കുന്നത് ഹോൾസെയിലേഴ്സും റീറ്റെയിലേഴ്സും, ഇവർക്കൊക്കെ സർവീസസ് അല്ലെങ്കിൽ ഗുഡ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അല്ലെങ്കിൽ ഇവർക്കൊക്കെ സർവീസുകൾ, ഗുഡ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ സഹായിക്കുന്ന തരത്തിലുള്ള ഡിസ്കൗണ്ട്സുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് ട്രേഡ് ഡിസ്കൗണ്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഡ്വാൻറ്റേജസ് ഓഫ് ട്രേഡ് ഡിസ്കൗണ്ട്. എന്തൊക്കെ ഗുണങ്ങളാണ് ട്രേഡ് ഡിസ്കൗണ്ട് ഉള്ളത്? ഒന്നാമത്തെ, ഇറ്റ് പ്രൊവൈഡ് ഫോർ മാർക്കറ്റിംഗ് സർവീസസ് റെൻഡേർഡ് ബൈ റീറ്റെയിലേഴ്സ്. ഈ റീറ്റെയിലേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന മാർക്കറ്റിംഗ് സർവീസുകൾ ഇത് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന ട്രേഡ് ഡിസ്കൗണ്ട് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഇറ്റ് മേക്സ് ദ സ്ട്രക്ചർ ഫ്ലെക്സിബിൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രേഡ് ഡിസ്കൗണ്ടിൻ്റെ പ്രൈസിങ് സ്ട്രക്ചർ അതെന്താണ്, ഫ്ലെക്സിബിൾ ആയിരിക്കും, അഥവാ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചേഞ്ചസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് പറയുന്നത്, ഇറ്റ് ഹെൽപ്സ് ഇൻ അഡ്ജസ്റ്റിംഗ് ബിറ്റ്വീൻ ദി ലിസ്റ്റ് പ്രൈസ് ആൻഡ് ദി കറന്റ് മാർക്കറ്റ് പ്രൈസ് അണ്ടിൽ ദി ന്യൂ പ്രൈസ് ലിസ്റ്റ് ഈസ് പ്രിന്റഡ്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ പ്രൈസ് ലിസ്റ്റ് അത് പ്രിന്റ് ചെയ്യുന്നത് വരെ ലിസ്റ്റ് പ്രൈസും അതുപോലെ തന്നെ കറന്റ് മാർക്കറ്റ് പ്രൈസും തമ്മിൽ ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ട്രേഡ് ഡിസ്കൗണ്ട് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട്. ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് എ ഡിഡക്ഷൻ ഫ്രം ദി ലിസ്റ്റ് പ്രൈസ് ഗിവൺ ടു ദി ബയേഴ്സ് ഫോർ പർച്ചേസസ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്. ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് ക്വാണ്ടിറ്റീസിൽ ബൈ ചെയ്യുന്നതിന് ബയേഴ്സിന് പ്രൊവൈഡ് ചെയ്ത ലിസ്റ്റ് പ്രൈസിൽ നിന്നുള്ള ഡിസ്കൗണ്ടിനെയാണ് ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് എൻകറേജ് ദ ബൾക്ക് പർച്ചേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് ബൾക്ക് പർച്ചേസുകൾ അല്ലെങ്കിൽ കുറേ പ്രോഡക്ട്സുകൾ മേടിക്കാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നെക്സ്റ്റ് സ്ലോ മൂവിങ് ഗുഡ്സ് ക്യാൻ ബി സോൾഡ് ഫാസ്റ്റർ. സ്ലോ മൂവിങ് ഗുഡ്സുകളടക്കം എന്താണ് ഇത്രയും ഡിസ്കൗണ്ട്സുകളിലൂടെ പെട്ടെന്ന് തന്നെ വിറ്റു പോകുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് സ്റ്റെബിലൈസസ് ഓർഡേഴ്സ് ഇറസ്പെക്റ്റീവ് ഓഫ് ചേഞ്ചസ് ഇൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സീസണിൽ മാറ്റങ്ങൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ സീസണിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ പരിഗണിക്കാത്ത സിറ്റുവേഷൻസുകൾ ഉണ്ടായിരിക്കുമ്പോൾ അത്തരം കേസുകളിൽ എന്താണ് ഈ ഓർഡേഴ്സുകൾ കൂടുതലായിട്ടും ഒരു സ്ഥിരത ഉണ്ടായിരിക്കും, പെട്ടെന്ന് തന്നെ വിറ്റ് പോകാനൊക്കെ എന്താണ് ഇത് സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് സീസണൽ ഡിസ്കൗണ്ട്. സീസണൽ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രൈസ് ഡിഡക്ഷൻ അലൗഡ് ടു ബയേഴ്സ് ഹൂ ബൈ ഗുഡ്സ് ഓർ സർവീസസ് ഡ്യൂറിങ് പീരിയഡ്സ് ഓഫ് സ്ലാക്ക് സീസൺസ്. ഈ സ്ലാക്ക് സീസൺസിൽ ഗുഡ്സുകളോ സർവീസുകളോ ഒക്കെ ബൈ ചെയ്യുന്നവർക്ക് അനുവദിച്ചിട്ടുള്ള പ്രൈസ് ഡിസ്കൗണ്ട് ആണ് എന്ത് പറയുന്നത് സീസണൽ ഡിസ്കൗണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്യാഷ് ഡിസ്കൗണ്ട്. ക്യാഷ് ഡിസ്കൗണ്ട് ഈസ് എ റിഡക്ഷൻ അലൗഡ് ടു ദി ബയേഴ്സ് ഹൂ മേക്ക് പേയ്മെൻറ്റ് ഓൺ ഓർ ബിഫോർ എ പർട്ടിക്കുലർ ഡേറ്റ്. ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഡേറ്റിലോ അതിനു മുമ്പോ എമൗണ്ട് അടയ്ക്കുന്ന ബയേഴ്സിന് അനുവദിക്കുന്ന ഒരു ഡിസ്കൗണ്ട് ആണ് എന്ത് പറയുന്നത് ക്യാഷ് ഡിസ്കൗണ്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്യാഷ് ഡിസ്കൗണ്ട്സിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് എൻകറേജ് ദ ടൈംലി പേയ്മെൻറ്റ്സുകൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇറ്റ് ഇംപ്രൂവ് ദ ലിക്വിഡിറ്റി പൊസിഷൻ ഓഫ് ദി മാനുഫാക്ചേഴ്സിൻ്റെ ലിക്വിഡിറ്റി പൊസിഷൻസ് മെച്ചപ്പെടുത്തുന്നുണ്ട്. ദി റിസ്ക് ഓഫ് ബാഡ് ഡെപ്റ്റ്സ് ഈസ് റെഡ്യൂസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഡ് ഡെപ്റ്റ്സുകൾ അഥവാ കിട്ടാക്കടങ്ങൾ അതൊക്കെ റെഡ്യൂസ് ചെയ്യാനും അതുപോലെ അതിൻ്റെ റിസ്ക് കുറയ്ക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് സീക്രട്ട് ഓർ കോൺഫിഡൻഷ്യൽ ഡിസ്കൗണ്ട്. ദിസ് ഈസ് ഗിവൺ ഓൺലി ടു സെർട്ടൻ ഫേവേർഡ് ഓർ പ്രിഫേർഡ് കസ്റ്റമേഴ്സ് ഇൻ ഓർഡർ ടു റിറ്റൈൻ ദെയർ പാട്രോണേജ് in the beliefs that they are valuable or prestigious customers. This is not known to customers in general. എന്താണ് കോൺഫിഡൻഷ്യൽ ഡിസ്കൗണ്ട്? ഈ കോൺഫിഡൻഷ്യൽ ഡിസ്കൗണ്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ രഹസ്യമായിട്ടുള്ള അല്ലെങ്കിൽ സീക്രട്ട് ആയിട്ടുള്ള ഡിസ്കൗണ്ട് എന്നും പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാം, നമ്മളിപ്പോൾ ഒരു മാർക്കറ്റ്സിൽ ചെന്ന് അല്ലെങ്കിൽ ഒരു തുണിക്കടയിൽ ചെന്ന് നമ്മൾ കുറച്ച് മെറ്റീരിയൽസൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തു അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ബിൽ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ചില ഫോർവേഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചില കുറച്ചും കൂടി നമുക്ക് ഫാമിലി പരമായിട്ട് എന്നും ആ ഒരു ഷോപ്പിൽ തന്നെ പർച്ചേസ് ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അത്തരം പേഴ്സൺസിന് സീക്രട്ട് ആയിട്ട് ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഈ സീക്രട്ട് ഓർ കോൺഫിഡൻഷ്യൽ ഡിസ്കൗണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫേവേർഡ് ആയിട്ടുള്ള പേഴ്സൺസിന് ഡിസ്കൗണ്ട്സ് പ്രൊവൈഡ് ചെയ്യാം. നെക്സ്റ്റ് ചെയിൻ ഡിസ്കൗണ്ട്. ചെയിൻ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ chain discount is used in house buyers and hardwares. A chain discount is a number of different discounts taken sequentially from the suggested retail price. ചെയിൻ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഹൗസ് വെയേഴ്സുകളിലും അതുപോലെ തന്നെ ഹാർഡ് വെയേഴ്സുകൾ, ഹൗസ് വെയേഴ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത് വീട്ടുപകരണങ്ങളിലും അതുപോലെ തന്നെ ഹാർഡ് വെയേഴ്സുകളിലും ചെയിൻ ഡിസ്കൗണ്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല സജസ്റ്റഡ് ആയിട്ടുള്ള റീറ്റെയിൽ പ്രൈസിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്ന നിരവധി ഡിസ്കൗണ്ട്സുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് ചെയിൻ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഡിസ്കൗണ്ട്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഏതൊക്കെയായിരുന്നു? ട്രേഡ് ഡിസ്കൗണ്ട്, ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട്, ക്യാഷ് ഡിസ്കൗണ്ട്, സീസണൽ ഡിസ്കൗണ്ട്, സീക്രട്ട് ഡിസ്കൗണ്ട് ആൻഡ് ചെയിൻ ഡിസ്കൗണ്ട്.
ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, ന്യൂ പ്രോഡക്ട്സിൽ വരുന്ന പ്രൈസിങ് സ്ട്രാറ്റജീസുകൾ എന്തെല്ലാമാണ്, ദെൻ ഡിസ്കൗണ്ട്സ് എന്നീ 3 കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ഇടുക. നെക്സ്റ്റ് ക്ലാസ് ഞാൻ ഡിസ്കസ് ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്